രമേശ് PR സാറിനെ സ്നേഹാദരങ്ങളോട് വേദിയിൽ ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ ഗുഡ് ആഫ്റ്റർനൂൺ. ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചപ്പോൾ ക്ഷണിക്കാനായിട്ട് വന്നപ്പോഴുമൊക്കെ സംസാരിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം വയറിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളൊരു ജീവിതം തുടങ്ങുമ്പോൾ, ഒരു വീട് വയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങുമ്പോഴോ ഒക്കെ അതിൽ വളരെ കൃത്യമായും നന്നായും ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. അത് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ പ്രൊഫഷണലിസം, ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് വയറിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആരും അതുമായിട്ട് ബന്ധപ്പെട്ട് പരിചയമുള്ള ആളുകൾ വരിക ചെയ്യുക, അങ്ങനൊരു സംഭവമാണ്. അത് പോയിട്ട് അതൊരു പ്രൊഫഷണൽ ജോലിയായിട്ടും ഇങ്ങനെ നിങ്ങളെപ്പോലെ ഞാനിപ്പോൾ ഇവിടെ സാബു സാറിനെ പരിചയമായി, ഇന്ന് ക്ലാസ് എടുക്കാൻ വന്നിട്ടില്ല. അപ്പോൾ അത്തരം എക്സ്പീരിയൻസും നോളജുമുള്ള ആളുകളുടെ ഒരു പ്രൊഫഷണൽ ക്ലാസ്സുകളും കൂടി അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിട്ട് അതിൻ്റെ അറിവോടെ, യഥാർത്ഥ അറിവോടെ അത് ചെയ്യുമ്പോൾ അത് ഈ നമ്മുടെ രാജ്യത്തിന് മുഴുവനും തന്നെ വളരെ വലിയ ഒരു കാര്യമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം എന്തായാലും ഇങ്ങനെയൊരു സമ്മേളനം ഇവിടെ നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ വളരെ ഞാൻ അത്ഭുതത്തോട് കൂടിയിട്ടാണ് അറിഞ്ഞത്. കാരണം ആരൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ പ്രൊഫഷണലി ആൻഡ് പേഴ്സണലി ചെയ്യാറുണ്ട് എന്നുള്ളത് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഇടപെടുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ പക്ഷേ ഒരിക്കലും ഒരു ടെക്നിക്കൽ പേഴ്സൺ അല്ല, ഞാൻ ഒരു ഫിസിഷ്യനാണ്. ഇപ്പോഴും ഞാൻ രോഗികളുടെ ഇടയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, എന്നെ ഈ ഉദ്ഘാടനം കഴിഞ്ഞാൽ ഞാനവിടെ പേഷ്യൻസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ എന്നെ പോകാൻ അനുവദിക്കണം. 1. 2, നിങ്ങളിങ്ങനെയൊരു കർമ്മത്തിനായിട്ട് എന്നെ ഈ ദൗത്യം ഏൽപ്പിച്ചത്, അല്ലെങ്കിൽ എന്നെ ഈ വേദിയിൽ സംസാരിക്കാൻ ഒരു അവസരം തന്നത് വളരെ വലിയൊരു കാര്യമായി ഞാൻ കണക്കാക്കുന്നു. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും, അതിൻ്റെ ഭാരവാഹികൾക്കും എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുകയും ചെയ്യും. 2-3 കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. 1, നമ്മൾ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആരോഗ്യത്തെ പറ്റിയിട്ടാണ് പറയാൻ. ആരോഗ്യം ഒരു വളരെ ഇമ്പോർട്ടൻ്റാണ്. നമുക്ക് ആരോഗ്യം എന്നൊരു സംഗതി ഇല്ലെങ്കിൽ ഒന്നുമില്ല. നിങ്ങൾ എത്രയൊക്കെ ആയിക്കോളും, റിട്ടയർ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഡയബറ്റീസായി, ഹൈപ്പർ ടെൻഷനായി, കാർഡിയാക് സർജറി അറിഞ്ഞു, ഹാർട്ടിന് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ആർത്രൈറ്റിസായി. നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് നിന്ന് ജോലി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഓസ്റ്റിയോ ആർത്രൈറ്റിസും ലംബാർ സ്പോണ്ടൈലോസിസും സെർവൈക്കൽ സ്പോണ്ടൈലോസിസും ഒക്കെ വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് നമ്മളുടെ ജീവിതത്തെ ഒരു നെഗറ്റീവായിട്ട് ബാധിക്കാതിരിക്കാൻ നമ്മൾ ആദ്യം മുതൽ തന്നെ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപക്ഷെ നിങ്ങളുടെ ജോബ് പ്രൊഫൈൽ അങ്ങനെയായിരിക്കും. നമുക്ക് ചെറുപ്പകാലത്ത് നമ്മൾ തുടങ്ങുമ്പോൾ ശരീരം എന്തും ക്ഷമിക്കും, ശരീരം എല്ലാം സ്വയം അഡ്ജസ്റ്റ് ചെയ്യും. നിങ്ങളിപ്പോൾ ഊണ് കഴിച്ചില്ലെങ്കിലും, നിങ്ങളല്ലെങ്കിൽ രാത്രിയിലത്തെ ഉറക്കം വളരെ ലേറ്റായാലും ഒക്കെ വലിയ പ്രശ്നങ്ങളില്ലാണ്ട് ശരീരം നിങ്ങളെ കാത്തുരക്ഷിക്കും. പക്ഷെ ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ ഈ ശരീരം പല പല കാര്യങ്ങളും നമ്മളോട് ഇൻഫോം ചെയ്യും. നിങ്ങളൊരു പടി കയറുമ്പോൾ മുട്ടിനൊരു വേദന വരുമ്പോൾ, നിങ്ങളുടെ ഓവർ വെയ്റ്റ് ആണെങ്കിൽ, വളരെയധികം നമ്മൾ ഭക്ഷണത്തിലും ഒന്നും ശ്രദ്ധിക്കുന്നില്ല, ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ശരീരം നമ്മളോട് വളരെ നേരത്തെ പറയുകയാണ്, നിങ്ങളുടെ ഭാരം എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. പക്ഷെ ആ സമയത്ത് നമ്മൾ വെറും ഗുളിക കഴിച്ച്, പെയിൻ കില്ലർ കഴിച്ചിട്ട് പിന്നെയും ജോലിക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടായാൽ കുറച്ച് കഴിഞ്ഞാൽ എല്ലുകളുടെ തേയ്മാനം വരും. അത് അധികമായാൽ പിന്നെ നീ റീപ്ലേസ്മെൻറ്റിലേക്ക് പോകും. അതുപോലെ തന്നെ ഡയബറ്റീസ്. നമ്മളിപ്പോൾ ഈ ഇന്ത്യ ഇപ്പോൾ ഏറ്റവും അധികം ഡയബറ്റിക് രോഗികളുള്ള സ്ഥലം ഇന്ത്യയാണ്.
അതും കേരളമാണ് അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഒരുപക്ഷെ നമ്മളുടെ ശീലങ്ങളായിരിക്കാം, എക്സർസൈസ് ഇല്ല, നമ്മൾ കഴിക്കുന്ന ഫുഡ് മുഴുവൻ ഇപ്പോൾ വെസ്റ്റേണൈസ്ഡ് ഫുഡാണ്. നമ്മൾക്കിപ്പോൾ നമ്മുടെ കുട്ടികളടക്കം നമുക്കറിയാം പിസയും ബർഗറും അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് അവർക്കൊക്കെ താല്പര്യം. ഇപ്പോൾ ഐസ്ക്രീം, പണ്ടൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് ഒരു ഐസ്ക്രീംകാരൻ സൈക്കിളുമായിട്ട് വരുമ്പോൾ പിന്നാലെ ഓടി നിന്നിരുന്ന ഐസ്ക്രീം. ഇന്നിപ്പോൾ നമ്മുടെ എല്ലാവരും വീട്ടിൽ ഫ്രിഡ്ജിൽ ഇഷ്ടം പോലെ ഐസ്ക്രീം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ എന്തിനാണ് പറയുന്നത് വെച്ചാൽ ഇതൊക്കെ ആവശ്യമാണ്, ഇതൊന്നും തെറ്റാണെന്നല്ല പറയുന്നത്. പക്ഷെ ആരോഗ്യത്തെ ബലി കൊടുത്തുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾക്ക്, ഞാൻ എന്താ വെച്ചാൽ നിങ്ങൾ മെഡിക്കൽ ഫീൽഡിൽ അല്ലാത്തതുകൊണ്ട് അതിൻ്റെ കാര്യം, ഒരു ചിട്ടയായ ജീവിതം നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ കുട്ടികളെയും ശീലിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഈ മെഡിക്കൽ എമർജൻസീസ്, ഡോക്ടർമാരെടുത്ത് പോയി കാത്തിരിക്കൽ, ഡോക്ടർമാരെ ഈ മരുന്നിലെ ജീവിതം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് വളരെയധികം മാറ്റങ്ങൾ വരുത്താൻ പറ്റും.